ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നലെ വീഡിയോ ഇട്ടില്ലായിരുന്നു, മെനഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ നമ്മുടെ പാചകമൊന്നും ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇച്ചിരി നേരം കഥ പറയാമെന്നും പറഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞു, അമ്പലത്തിലൊക്കെ പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞു വന്നിവിടെ നിങ്ങളുടെ മുന്നിലിരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ള ചർച്ചയെന്ന് വെച്ചാൽ, യൂട്യൂബിൽ പല വീഡിയോ ഞാനും കാണുന്നുണ്ട് കേട്ടോ. പല വീഡിയോകൾ ഞാനും കാണുന്നുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോ കണ്ട് യൂട്യൂബിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ എൻ്റെ അനുഭവം ഞാനും പറയാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളെ മുന്നിലെത്തിയത്. പ്രേതബാധയെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. പ്രേതബാധയെപ്പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാമെന്ന് കരുതി. അപ്പോൾ അവരതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, അവർ എന്തോ ഉറക്കത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അവരെ ഞെക്കാൻ വരുന്നെന്നോ കൊല്ലാൻ വരുന്നെന്നോ പിടിക്കാൻ വരുന്നെന്നോ, അത് ഉറക്കത്തിലല്ല, അവർ നോർമൽ ഇതിൽ കാണുന്നെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതിലൊരുപാട് കമൻറ്റ് വന്നെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മളെ നോർമൽ മൈൻഡ് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ഉപബോധ മനസ്സ് ഉണരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവണമെന്ന് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പ്രേതബാധയാണോ അത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് എനിക്കും അറിയില്ല. ഞാനും ഉറങ്ങുന്ന സമയത്ത് എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അപ്പം നമ്മളെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളും കൂടെ പറയണം. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടോ? ഞാനിന്ന് അതൊരു വീഡിയോ കാണാനിടയായതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഇതിലൂടെ വന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഏത് കൊണ്ടാണെന്ന് നിങ്ങൾ വന്ന് പറയണം. എൻ്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാനും ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരോ പിടിച്ചിങ്ങനെ വെക്കും. നമുക്ക് ഓടണമെന്നും എത്തണമെന്നും എടുക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്ന അവരെന്തോ സീരിയസ് ഇട്ട് ഞാൻ എനിക്ക് അങ്ങനെ അത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇത് വേണ്ട, റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യണ്ട എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പേര് ഒന്നും എടുത്ത് പറയാത്തത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയണതാണ്. അപ്പോൾ അവർ അവർക്ക് മുന്നേക്കൂട്ടി പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നു. പക്ഷേ എനിക്കും പറ്റാറുണ്ട്. പല കാര്യങ്ങളും എനിക്കും അറിയാൻ പറ്റാറുണ്ട് മുന്നേക്കൂട്ടി. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അപകടം സംഭവിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മുന്നേക്കൂട്ടി അറിയാൻ പറ്റും. എന്തെങ്കിലും അതിൻ്റെയൊക്കെ സൂചനകൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്കിത് എന്തെങ്കിലും ഞാനിപ്പം പല കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഓൺ ദ സ്പോട്ടിൽ സംഭവിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൻ്റെ ഇതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മൾ ഉറക്കത്തിൽ കിടക്കുമ്പോൾ നമ്മളാരും തൂക്കിയെടുത്ത് തറയിടുന്ന പോലെ തോന്നാറുണ്ട്. നമ്മളെ എടുത്ത് തൂക്കി തറയിലിടുക. വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തറയിൽ തൂക്കിയിടുന്നത് പോലെ തോന്നാറുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട് അവർ മരിക്കുന്നവരെ സ്വപ്നം കാണാറുണ്ടെന്ന്. ഞാനും കാണാറുണ്ട്. ഞാൻ ഇതിൽ എൻ്റെ അപ്പനെ അമ്മയൊക്കെ കാണാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ട്. ഇതൊക്കെ യൂട്യൂബ് റീച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണോ എന്നും എനിക്കറിയില്ല. യൂട്യൂബ് റീച്ചാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. യൂട്യൂബിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നു ഓരോരോ കണ്ടൻറ്റുകൾ. നമുക്കും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ കൊണ്ടുവരാം. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളോട് എനിക്ക് പറയണം, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ അനുഭവത്തിലും നടക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ട്. നമുക്ക് ഓടിയിട്ട് എത്താറുണ്ട്. നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാൻ തന്നെ വെള്ളം കുടിക്കാൻ പറ്റാതിരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പല സ്വപ്നം എല്ലാവരും കാണാറുണ്ട്. അവരെന്തോ അത് ഭയങ്കര സംഭവം പോലെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ കാണാനിടയപ്പോൾ എനിക്ക് ചിലത് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മൈൻഡ് ഇങ്ങനെ വേറെ ഇതിൽ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കും ഇങ്ങനെ അപകടം പറ്റാറാകുമ്പോൾ എനിക്കിങ്ങനെ ചില സൂചനകൾ കിട്ടാറുണ്ട്. എന്തെങ്കിലും കാര്യം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചനകൾ നമുക്കും കിട്ടാറുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ
നോട്ടത്തിൽ തന്നെ അവർ എന്താണ് ഏതാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പം നമ്മളെ കാണുന്നവരും കേൾക്കുന്നവരേലും ഞാൻ എന്താണ് ഏതാണെന്ന് നിങ്ങൾക്കും അറിയാൻ പറ്റും. നമ്മളെ കൂടെ ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ നിങ്ങൾ ഇടപഴകുകയാണെങ്കിൽ നമ്മുടെ ഏതാണ്ട് നമ്മുടെ സ്വഭാവ രീതി നിങ്ങൾക്കും അറിയാൻ പറ്റും. അതുപോലെ എനിക്കും അങ്ങനെ മനസ്സിലാവാറുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ചില ആൾക്കാരുണ്ടെന്നു. കൂടെ നിന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയും കുറേ ഐറ്റങ്ങൾ. നമ്മളൊക്കെ നേരെ വാ നേരെ പോ, എന്തെല്ലാം പെട്ടെന്ന് കൊണ്ട മുറി രണ്ട്, എന്തെങ്കിലും കണ്ട അപ്പ ചടയപ്പെട. ഇതങ്ങനെയല്ല. ചിലർ അണലിയെപ്പോലെ ഇരുന്നിട്ട് ചിരിച്ചുകൊണ്ട് നമുക്കിട്ട് പണിയും. അങ്ങനെയുള്ളവരാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷിക്കേണ്ടത് കേട്ടോ. അത് ഭയങ്കര പ്രശ്നക്കാരാണ് അങ്ങനെയുള്ളവർ നമ്മളെ വിഷത്തിനേക്കാളും വിഷമുള്ള സാധനമാണ് അങ്ങനെയുള്ള ആൾക്കാർ. അവരെ എങ്ങനെ നമ്മൾ ചിരിച്ച് കഥ പറഞ്ഞ് നമ്മളെ സോപ്പിട്ട്, പക്ഷേ അവർ നമ്മൾ ഈ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും കണ്ടാൽ പിന്നെ ഉടനെ പ്രതികരിക്കുന്നവർ ശുദ്ധ പാവങ്ങളാണ് കേട്ടോ. അവരപ്പോഴങ്ങ് പറയും, അത് അപ്പോഴങ്ങ് തീർന്നങ്ങ് പോവും. ഈ ചിരിച്ചും കൊണ്ട് നമ്മളെ ഇട്ട് വട്ടാൻ ചുറ്റിക്കുന്ന ചിലരുണ്ട്. അവരെ നമ്മൾ വളരെ 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 സൂക്ഷിക്കണം. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉള്ളവരെ എനിക്ക് മിണ്ടുന്നതേ ഇഷ്ടമില്ല. പിന്നെ ഗതികേട് കൊണ്ടൊക്കെ നമ്മൾ മിണ്ടിപ്പോകുന്നതാണ്. നമ്മളെ കാണുമ്പോൾ ഒന്നും കാണാത്തപ്പോൾ ഒന്നും. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ ആ പ്രാതബാധയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ അതെ, അപ്പോൾ ഓരോരുത്തരും അവരുടേതായ അനുഭവങ്ങൾ വന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്, എൻ്റെ കാര്യത്തിലായാലും എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം സത്യമില്ല ഇതുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മളൊക്കെ ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതൊക്കെ തന്നെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ വേറൊരു കാര്യം പറയണുണ്ടായിരുന്നു. ആ കഥയും ഈ കഥയും കൂടെ ഒരുമിച്ചിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. പക്ഷേ അതൊക്കെ പറഞ്ഞാലും കാണാൻ ആൾക്കാർ ഇഷ്ടത്തിനുണ്ട് കേട്ടോ. അവരുടെ കഥ കേൾക്കാനും എനിക്ക് തോന്നുന്നു അത് പറഞ്ഞ് ഒപ്പിക്കുന്നതിൻ്റെയൊക്കെ ഒരു ശൈലിയായിരിക്കണം. പറഞ്ഞൊക്കെ ഒപ്പിക്കുന്നതിൻ്റെ ഒരു ശൈലിയായിരിക്കണം. ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യേണ്ട ഒരു കഴിവുണ്ട്. നമ്മൾ വന്ന് ചക്ക പറഞ്ഞാലും മാങ്ങ പറഞ്ഞാലും പുളിശ്ശേരി പറഞ്ഞാലും പാവയ്ക്ക പറഞ്ഞാലും വെണ്ടയ്ക്ക പറഞ്ഞാലും അതൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ അന്നേരം ഒരു വീഡിയോ കൊണ്ടുകൊണ്ട് അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. അപ്പം നിങ്ങൾ എന്നെ കാണുന്നവർ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ. അവരത് ഭയങ്കര സംഭവം പോലെയൊക്കെയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നാൽ അതിൽ ഒരുപാട് കമൻറ്റും വന്നിട്ടുള്ളത് അവർ പറയുന്നുണ്ട്. കമൻറ്റുകാർ പറയുന്നുണ്ട് അവർക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ടെന്ന്. ഞാൻ പാർട്ട് 1 കണ്ടുള്ളൂ. 2ഉം 3 ഒന്നും കാണാൻ പോയില്ല. 1 കണ്ടപ്പോൾ തന്നെ ഏകദേശം രൂപ എനിക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവും ആവില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ എന്നോട് തന്നെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. കൂടെ നിങ്ങളും കൂടെ കേട്ടോളൂ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.